വിശ്വാസനായകന പൂർത്തി വരുത്തുന്നിൻ യേശുവിങ്കൽ വചനപാത വചനപാത വചനപാത. നീ എന്റെ രക്ഷകൻ, നീ എന്റെ പാലകൻ, നീ എനിക്ക് അഭയസ്ഥാനം. നീ എന്റെ രക്ഷകൻ, നീ എന്റെ പാലകൻ, നീ എനിക്ക് അഭയസ്ഥാനം. നേരിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവ. നേരിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവ. നീ ഞങ്ങൾക്കേകിടും നന്മകളോർത്തെന്നും പാടിടും സ്തുതിഗീതങ്ങൾ. നീ ഞങ്ങൾക്കേകിടും നന്മകളോർത്തെന്നും പാടിടും സ്തുതിഗീതങ്ങൾ. ആകുല നേരത്തും ആനന്ദഗാനങ്ങൾ പാടി ഞാൻ ആശ്വസിക്കും. ആകുല നേരത്തും ആനന്ദഗാനങ്ങൾ പാടി ഞാൻ ആശ്വസിക്കും. നേരിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവ. നീ എന്റെ രക്ഷകൻ, നീ എന്റെ പാലകൻ, നീ എനിക്ക് അഭയസ്ഥാനം. നീ എന്റെ രക്ഷകൻ, നീ എന്റെ പാലകൻ, നീ എനിക്ക് അഭയസ്ഥാനം. നേരിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവ. ജീവിതസാഗരെ ഘോരമലകൾ അടിക്കടി ഉയർന്നിടുമ്പോൾ, ജീവിതസാഗരെ ഘോരമലകൾ അടിക്കടി ഉയർന്നിടുമ്പോൾ, കർത്താവിലെപ്പോഴും സന്തോഷിച്ചാർക്കുവിൻ, സ്തോത്രയാഗം കഴിപ്പിൻ. കർത്താവിലെപ്പോഴും സന്തോഷിച്ചാർക്കുവിൻ, സ്തോത്രയാഗം കഴിപ്പിൻ. നേരിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവ. നീ എന്റെ രക്ഷകൻ, നീ എന്റെ പാലകൻ, നീ എനിക്ക് അഭയസ്ഥാനം. നീ എന്റെ രക്ഷകൻ, നീ എന്റെ പാലകൻ, നീ എനിക്ക് അഭയസ്ഥാനം.
ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യെരൂശലേം നഗരവീഥിയിലൂടെ കർത്താവായ യേശുക്രിസ്തു കഴുതമേൽ വാഹനമേറിക്കൊണ്ടിങ്ങനെ വരുന്നതായ ആ ദിവസം നാം അവിടെ മുഴങ്ങിക്കേൾക്കുന്നതായൊരു ശബ്ദമുണ്ട്. ഹോസന്ന ഹോസന്ന, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് ഹോസന്ന എന്ന്. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോസന്ന എന്നുള്ള ആർപ്പുവിളിയുടെ ശബ്ദം. ആ ശബ്ദം മുഴങ്ങിയപ്പോൾ അവിടെ നിന്നതായി ജനം ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇവൻ ആര്? നഗരവീഥികളെ ഇളക്കി മറിച്ചുകൊണ്ട്, മനുഷ്യഹൃദയങ്ങളെ ഇളക്കി മറിച്ചുകൊണ്ട്, ലോകത്തിൻ്റെയും പാപത്തിൻ്റെയും രോഗത്തിൻ്റെയും എല്ലാം അടിമകളായി കിടക്കുന്ന മനുഷ്യഹൃദയങ്ങളെ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ ഇളക്കി മറിച്ചുകൊണ്ട് കടന്നു വരുന്ന ഇവൻ ആരാണ്? ഹോസന്ന എന്ന ഓശാനായുടെ ദിവസം, ഈ വരുന്ന ഞായറാഴ്ച ഓശാന ഞായറാഴ്ചയാണല്ലോ. ഓശാന ഞായറാഴ്ച എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ സ്തുതി മുഴങ്ങും. അത്യുന്നതങ്ങളിൽ ഹോസന്ന. പിതാക്കന്മാർ പാടിയതുപോലെ നിൻസ്തുതിയും ഹല്ലേലൂയായും കർത്താവേ ഞാൻ നിർത്തരുതേ. പ്രിയപ്പെട്ടവരെ, മുഴുവൻ പാടുന്നില്ല. നിൻസ്തുതിയും ഹല്ലേലൂയായും കർത്താവേ ഞാൻ നിർത്തരുതേ. ഇവരോടൊന്നും മിണ്ടാതിരിക്കാൻ പറയാമോ? ആളുകൾക്ക് അസഹിഷ്ണുത. പിതാവും പുത്രനും പരിശുദ്ധരുമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു. ആദ്യം മുതൽ തലമുറ വരെയും തനിക്ക് സ്തുതി, ഹല്ലേലൂയ എന്ന് അട്ടഹസിക്കണമെന്ന് പിതാക്കന്മാർ, പരിശുദ്ധ പൂർവ്വ പിതാക്കന്മാർ എഴുതി വെച്ചു എന്ന്. എന്നാൽ ഇന്ന് ദൈവാലയങ്ങളിൽ മുഴങ്ങുന്നത് ഹല്ലേലൂയ എന്ന ചെറിയ ശബ്ദം മാത്രം. ആളുകൾക്ക് ഇഷ്ടമല്ല, സ്തുതി ഇഷ്ടമല്ല. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ഗോളത്തിന് സ്തുതി ഇഷ്ടമല്ല. 1,00,000 രൂപ വരുന്ന മൊബൈൽ കയ്യിൽ പിടിക്കാൻ എന്തൊരു അഭിമാനമാണ്. എന്നാൽ ഈ ബൈബിൾ കയ്യിൽ പിടിക്കാൻ എന്തൊരു സങ്കടമാണ്, ഇഷ്ടമല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിൽ ഒരു വിരുന്ന് നടക്കുന്നു. അപ്പോൾ നാം ആ വിരുന്നിനെ ഒരാൾ വിളിക്കുന്നത് എന്തൊരു പ്രാഗൽഭ്യത്തോടെയാണ്. ആ വീടിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു പരിചയക്കാരൻ വന്നു. എന്താണ് വിശേഷം? ഇന്ന് ഇവിടെ എൻ്റെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ വിവാഹത്തിൻ്റെ മധുരം വെപ്പാണ്, നല്ല സന്തോഷം. അതേ വീട്ടിൽ തന്നെ ഒരു പ്രാർത്ഥനായോഗം വെച്ചു, ഒരു ഷീറ്റെല്ലാം വലിച്ചു കെട്ടി കസരയെല്ലാം ഇട്ടു. ഇതേ പരിചയക്കാരൻ വീണ്ടും വന്നു, ചോദിച്ചു എന്താണ് വിശേഷം എന്നൊരു പ്രാർത്ഥനായോഗമുണ്ട്. അത് പറയാൻ അത്രയും ഒരു ഉത്സാഹം വരുന്നില്ല. ഒരാളെ വീട്ടിലേക്ക് പ്രാർത്ഥനായോഗത്തിൽ വിളിക്കുമ്പോൾ മറ്റ് ലോകകാര്യങ്ങൾ പറയുന്നത് പോലുള്ള ഉത്സാഹമില്ല. ഇതെല്ലാം നാം പറയുമ്പോൾ, നാം കേൾക്കുമ്പോൾ നാം നമ്മിലേക്ക് വില ചൂണ്ടണം. ലോകം വില മതിക്കുന്നതിനെ നാം വില മതിക്കരുത്. ആളുകൾക്ക് ഇതൊന്നും ഇഷ്ടമല്ല. നാം ആരുടെ ഇഷ്ടം നോക്കേണ്ട, നാം സത്യസുവിശേഷം പറയുക. ഇവിടെ ദൈവമക്കളെ പറയാറില്ലേ, ഉറക്ക സ്തുതിക്കണം തോന്നിയോ സ്തുതിച്ചു കൊള്ളുക. എങ്ങനെ സ്തുതിക്കാതിരിക്കും? ഒന്നും മിണ്ടാതിരിക്കാൻ പറയാമോ? കർത്താവ് പറഞ്ഞു, ഇവരെ മിണ്ടാതിരുന്നാലുണ്ടല്ലോ ഈ കല്ലുകളിലെ, ഈ വഴിയിലെ കല്ലുകൾ, ആ കല്ലുകൾ ആർത്ത് വിളിക്കും. കാരണം മനുഷ്യജാതിക്ക് വീണ്ടെടുപ്പ് നൽകാൻ സ്വർഗോന്നതങ്ങളിൽ നിന്ന ദൈവപുത്രൻ ഇതാ, അവൻ കുതിരപ്പുറത്തല്ല വന്നത്, അവൻ രാജാവിനെ പോലെ അല്ല വന്നത്. അവൻ സൗമ്യനും ശാന്തനും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്ത് തൻ്റെ ജനത്തെ വീണ്ടെടുക്കുവാൻ, അവരുടെ ബന്ധനമഴിക്കുവാൻ കടന്നു വരുന്ന ക്രിസ്തുവിനെ കണ്ടിട്ട് പ്രകൃതിയിലെ കല്ലും മരങ്ങളും മണ്ണുകളും ഈ പ്രകൃതിയിലെ വൃക്ഷങ്ങളും ഈ പ്രകൃതിയിലെ മിണ്ടാപ്രാണികളും എല്ലാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവർ സ്തുതിക്കും. ഇവരെ സ്തുതിക്കാതിരുന്നാൽ, ഇത് ഒരു ചോദ്യമായി നിങ്ങൾ പറയുകയാണ്, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നവനാണോ? സ്തുതിയുടെ വീണ്ടെടുപ്പിൻ്റെ ശക്തി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന് കിട്ടാകുന്ന ഏറ്റവും വലിയ ഭാഗ്യം അതാണ് മാനസാന്തരം അഥവാ വീണ്ടും ജനം നടക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ കിട്ടുന്നത്. അവൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ഇത്രയും വലിയ മഹാഭാഗ്യം നീ എനിക്ക് തന്നുവല്ലോ. കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞ സംഭവം നിങ്ങൾ ഓർക്കുമല്ലോ. ഒരു മനുഷ്യനെ മരത്തിൽ കെട്ടിയിട്ടിരുന്നു. അവന് തന്നെ രക്ഷപ്പെടാൻ സാധിക്കില്ല. എന്നാൽ വേറൊരു മനുഷ്യനെ നീളമുള്ള കയറ് കൊണ്ട് ഒരു മരത്തിൽ കെട്ടിയിട്ടിരുന്നു. അവനത് അഴിയണമെന്ന് ആഗ്രഹമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ അവസാനം, ഈ ജീവിതത്തിൻ്റെ അവസാനം നിത്യ നരകമാണെന്ന് അവൻ അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, അതാണ് ഓശാന ഞായറാഴ്ച നാം കാണുന്നത്. ദൂരെ ഒരു ഗ്രാമത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നതായൊരു കഴുതക്കുട്ടി,
അതിൻ്റെ പെൺ കഴുതക്കുട്ടി, അതിൻ്റെ അടുക്കിലേക്ക് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അയക്കുകയാണ്. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിലുണ്ട്, എന്നാൽ കഴുതയുടെ കടിഞ്ഞൂലിനൊക്കെയും ആട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടു കൊള്ളണം, അതിനെ വീണ്ടു കൊള്ളുന്നില്ലെങ്കിൽ അതിൻ്റെ കഴുത്തൊടിച്ച് കളയണം. ഈ കഴുതക്കുട്ടിയുടെ കഴുത്തൊടിച്ച് കൊന്നുകളയാൻ വേണ്ടിയിട്ടാണ് കെട്ടിയിട്ടിരിക്കുന്നത്. മിണ്ടാപ്രാണിയായ കഴുതയ്ക്കറിയാമോ എൻ്റെ അവസാനം ഇതായിരിക്കുമെന്ന്? ആർക്കെങ്കിലും അറിയാമോ? ഒരു മനുഷ്യനും അറിയുന്നില്ല. ഇന്ന് സ്വർഗം, നിത്യസ്വർഗം, നിത്യനരകം നില കേൾക്കുമ്പോൾ മനുഷ്യന് കളിയാണ്. അപ്പം ഞാൻ നരകത്തിൽ പോണി അങ്ങ് പോട്ടെ എന്നൊക്കെ മനുഷ്യൻ പറയുന്ന, എന്താ പറയുന്നത്, ഏറ്റവും അറിവില്ലായ്മയുടെ വാക്കുകളാണ് അതൊക്കെ. നിത്യനരകത്തിൻ്റെ ഭീകരതയൊന്നും നാം, അതിൻ്റെ കോടാനുകോടിയിലൊരു അംശം നാം അറിയുന്നുവെങ്കിൽ നാം അങ്ങനെയൊന്നും ഒരിക്കലും പറയില്ല. നിത്യസ്വർഗത്തിൻ്റെ പരിപാവനതയും നിത്യസന്തോഷവും പരിശുദ്ധാത്മാവിലെ സന്തോഷവും ഓർത്താൽ അയ്യോ, നിത്യസ്വർഗം നാം നഷ്ടപ്പെടുത്തി കളയുകയുമില്ല. അവസാനം മരണത്തോടടുക്കുമ്പോൾ ഈ ഭൂമിയിലെ നിസ്സാരമായ 80-90 വയസ്സായസ് കഴിഞ്ഞ് മനുഷ്യൻ ചെന്ന് വീഴുന്നത് നിത്യനരകഗന്ധക തീപ്പൊയ്കയിലാണെങ്കിൽ എല്ലാം പോയില്ലേ പ്രിയപ്പെട്ടവരെ? അത് തിരിച്ചറിയാത്ത മനുഷ്യനെ അതിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. ആ കെട്ടപ്പെട്ടിരിക്കുന്നതായ കഴുതക്കുട്ടിയുടെ അരികിലേക്ക് യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെ അയച്ചു. അത് പ്രതീകാത്മകമായി ഇന്ന് 2025 ആണ്ടിലെ ഓശാനയോടടുത്ത ദിവസങ്ങൾ നാം ചിന്തിക്കുമ്പോൾ, അന്നത്തെ ശിഷ്യന്മാർ ഇന്ന് ഭൂമിയിലില്ല. കർത്താവായ യേശുക്രിസ്തു ഇന്ന് ആത്മാവിൽ ഈ ഭൂമിയിലുണ്ട്. കർത്താവ് ഇന്നും ഈ ദിവസവും അതേ ശുശ്രൂഷ തൻ്റെ വചനം അയച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്നുണ്ടോ? അതുകൊണ്ടല്ലേ ഞാനിവിടെ നിന്ന് വചനം പറയാനിടയായത്. വചനമല്ല, സാക്ഷ്യവചനം. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. എൻ്റെ അച്ഛൻ്റെ 45-ാമത്തെ വയസ്സിൽ മദ്യത്തിനടിമയായി ആത്മഹത്യ ചെയ്ത് ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയി. എൻ്റെ 2 പെങ്ങന്മാർ ആത്മഹത്യക്കുള്ള മരുന്നുമായി വീട്ടിലിരുന്നു. ആത്മഹത്യയുടെ ബാധ, അവരും ഈ ഭൂമിയിൽ കടന്നു പോകില്ലായിരുന്നു. എൻ്റെ അമ്മ എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ എന്ന് പറയുന്ന താൻ തോന്നിയ മനുഷ്യൻ ഇന്നത്തെ പത്രങ്ങളിൽ കാണുന്ന പോലത്തെ ഏതെങ്കിലും കേസുകളിൽ അകപ്പെട്ട് ആരെങ്കിലും തല്ലിക്കൊന്ന് അല്ലെങ്കിൽ പിടിച്ച് ജയിലിലാക്കി, എൻ്റെ പാരമ്പര്യത്തിൽ ഞങ്ങളുടെ കുടുംബം മാത്രം ആരും അറിയപ്പെടാത്ത ഒരു ശാപത്തിൻ്റെ കുടുംബമായി, ദുഷിക്കപ്പെട്ട കുടുംബമായി ചരിത്രത്തിൽ കാണപ്പെടേണ്ടിയിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം, ജീവനുള്ള ദൈവം, തൻ്റെ വചനവുമായി അനാഥരായ, അങ്ങനെ സ്നേഹിക്കാൻ ആരുമില്ലാത്ത, കിടന്ന് വലയുന്ന ഞങ്ങളോട് കരുണ തോന്നി. അങ്ങനെ വലയുന്ന അനേകം ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു. സരാഫത്തിൽ അനേകം വിധവമാരുണ്ടായിരുന്നു. പക്ഷേ സരപ്തിലെ വിധവയോടാണ് കർത്താവിന് കരുണ തോന്നിയത്. അന്ന് എന്തുകൊണ്ടാണ്? കർത്താവേ, സ്തോത്രം, ആ നിത്യകരുണ ഈ നിസ്സാരരായ ഞങ്ങളുടെ ഭവനത്തെ സന്ദർശിച്ചതിനാൽ നിനക്ക് സ്തുതി, ഹല്ലേലൂയ എന്ന് ഞാൻ പറയട്ടെ. സ്തോത്രം. ആ കരുണ ഇറങ്ങി വന്ന് ഞങ്ങളെ വിടുവിച്ചു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു വന്ന് ബന്ധനം അഴിച്ചു തന്നു. കർത്താവിന് സ്തോത്രം. അന്നൊന്നും മനസ്സിലായില്ല. ആദ്യകാലങ്ങളിൽ യേശുക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിച്ചപ്പോൾ 2 സഹോദരിമാരും നല്ല വിജയത്തിലൂടെ പാസ്സാകുന്നു. എൻ്റെ സ്വഭാവം രാവും പകലും പോലെ മാറുന്നു. അമ്മ സന്തോഷവതിയായി തീരുന്നു. എൻ്റെ 2 സഹോദരിമാരുടെയും വിവാഹം ഒരുമിച്ച് ഒരേ ദിവസം അതിമനോഹരമായി നടക്കുന്നു. എൻ്റെ രോഗം മാറുന്നു. എനിക്ക് FSTയിൽ ജോലി കിട്ടിയ ആ കാലങ്ങളിൽ. പക്ഷേ പിന്നെ ഇന്ന് വർഷങ്ങൾ കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിത്യനായ ദൈവം അന്ന് വിടുവിച്ചത് ഇതെല്ലാം ഈ ഭൂമിയിലെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ മാത്രം. എന്നാൽ കർത്താവ് ദാനമായി തന്നത് നിത്യ സ്വർഗവും നിത്യരക്ഷയും നിത്യജീവനുമാണെന്ന് ഓർക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ആ ആഴത്തിൻ്റെ ഒരു അംശം അനുഭവിക്കുമ്പോൾ ഇത്ര വലിയ രക്ഷ നീ തന്നുവല്ലോ എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങളുടെ കുടുംബമായി രക്ഷ അനുഭവിച്ചുവോ? പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു 2ാമത്തെ വരവിങ്കൽ നിങ്ങൾ മണ്ണിനടിയിലാണെങ്കിലും മണ്ണിന് മുകളിലാണെങ്കിലും നമുക്ക് മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്. ഇവരെല്ലാവരും ദൈവരാജ്യത്തിലെത്തുവാൻ തക്കവണ്ണം നാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച ഒരു വിശുദ്ധനും വിശുദ്ധിയുമാണോ? എൻ്റെ കർത്താവേ, എൻ്റെ ആയുസ് ഞാൻ ഇന്ന് ഈ സമയം നിൻ്റെ കരങ്ങളിലേക്ക് വെച്ച് തരികയാണ്. അന്ന്
ഒരു ശിഷ്യൻ കടന്നു ചെന്നു. ആ കഴുതക്കുട്ടിയുടെ കഴുത്തിലെ കയറിങ്ങനെ പയ്യെ അഴിച്ചു മാറ്റുകയാണ്. ഞാൻ എൻ്റെ ഭാവനയിൽ കാണുന്നു, ആ കഴുതക്കുട്ടി പയ്യെ തിരിഞ്ഞ് ആ മനുഷ്യൻ നോക്കി. ഒരു ദയനീയത, ഒരു ആർദ്രത. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ബന്ധനമഴിക്കുന്ന ക്രിസ്തു, അതാണ് നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. നോമ്പിൽ അന്യായ ബന്ധനങ്ങൾ അഴിക്കുക. യെശയ്യാ പ്രവാചക പുസ്തകം 58-6 വാക്യം. അന്യായ ബന്ധനങ്ങൾ അഴിക്കുക, നുഖത്തിൻ്റെ അമിക്കയറുകളെ തകർത്ത് കളയുക. തകർക്കുന്നവനാണ് ക്രിസ്തു. താമ്രവാതിലുകളെ തകർക്കുന്നവനാണ് ക്രിസ്തു. പാരമ്പര്യ ശാപങ്ങൾ മുറിച്ചു മാറ്റുന്നവനാണ് ക്രിസ്തു. അഴിച്ചു മാറ്റുന്നവനാണ് ക്രിസ്തു. രോഗബന്ധനങ്ങൾ മാറ്റുന്നവനാണ് ക്രിസ്തു. ആ ക്രിസ്തുവാണ് ഇന്നും നമ്മുടെ അരികിൽ കടന്നു വന്നിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു ജനിക്കുന്നതിന് 430 കൊല്ലം മുമ്പ് സഖരിയ പ്രവാചകൻ തൻ്റെ 9-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറഞ്ഞു, സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക. സന്തോഷത്തോടെ ഘോഷിച്ചു കൊള്ളുക. കാരണം യെരൂശലേം പുത്രിയെ ആർപ്പിടുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. സ്തോത്രം. നിന്റെ അടുക്കൽ. യെഹെസ്കേൽ പ്രവാചക പുസ്തകം 16-ാം അധ്യായം പ്രവാചകൻ പറയും, ഞാൻ നിന്റെ സമീപത്തൂടെ കടന്നു വരുമ്പോൾ നീ രക്തത്തിൽ കിടന്ന് ഉരുളുകയായിരുന്നു, പാപരക്തത്തിൽ കിടന്ന് നീ ഉരുണ്ട് പെടയുകയായിരുന്നു. പക്ഷേ ഞാൻ നിന്റെ സമീപത്തൂടെ കടന്നു വന്നു, ഞാൻ നിന്റെ നഗ്നത മറച്ചു, ഞാൻ നിനക്ക് വിചിത്ര വസ്ത്രം അണിയിച്ചു തന്നു. ഇതാ ഞാൻ നിന്റെ അടുക്കൽ വരുന്നു എന്ന് ഈ ബലഹീന മനുഷ്യൻ കുരിശിൻ്റെ മറഞ്ഞു നിന്നുകൊണ്ട് പറയുമ്പോൾ, എൻ്റെ യേശുവേ, ഞങ്ങൾ ദൈവമക്കൾ എളിമയോടെ പ്രാർത്ഥിക്കട്ടെ. അനേക സ്ഥലങ്ങളിൽ ഈ വാക്കുകളെ കേൾക്കുന്ന ഭവനത്തിലേക്ക് നീ ഇപ്പോൾ അടുത്ത് വന്നത് അവരറിയാൻ ഇടയാകണമേ. സ്തോത്രം. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുത കുട്ടിയായ ചെറു കഴുതപ്പുറത്തും അവൻ കയറി വരുന്നു. അന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സഖരിയ പ്രവാചകൻ കണ്ട കാഴ്ചയുണ്ട്. യേശു ഇതാ ചെറു കഴുതപ്പുറത്ത് കയറി വരുന്നു എന്ന് നാം അപ്പോൾ വായിച്ചുവല്ലോ. അവനിതാ നിങ്ങളുടെ അടുക്കൽ വരുന്നു, നിങ്ങളെ സമീപത്തോടെ കടന്നു വരുന്നു. ചെറു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറിക്കൊണ്ട് അവൻ സൗമ്യനായി, ശാന്തനായി, താഴ്മയുള്ളവനായി കടന്നു വരുന്നു. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, അവൻ ആരാണെന്നറിയാമോ? അവൻ രാജാവാണ്, രാജാതിരാജാവാണ്, ബന്ധനങ്ങൾ അഴിപ്പാൻ കഴിവുള്ളവനാണ്, അവൻ ശക്തനാണ്. താഴേക്ക് നാം വായിക്കുന്നുണ്ട്, സഖരിയ 9:10, ഞാൻ എഫ്രൈമിൽ നിന്ന് രഥത്തെയും യെരൂശലേമിൽ നിന്ന് കുതിരയെയും ഛേദിച്ചു കളയും, പടവില്ലും ഒടിഞ്ഞു പോകും. പ്രിയപ്പെട്ടവരെ, ഇതാ കുതിരയെയും രഥങ്ങളെയും എല്ലാം ഛേദിച്ചു കളയും, പടവില്ലുകളെ ഞാൻ ഒടിച്ചു കളയും, ഞാൻ എല്ലാറ്റിനെയും തകർത്ത് കളയും. കർത്താവായ യേശു ക്രിസ്തു വന്ന് പരസ്യ ശുശ്രൂഷയ്ക്കായി 200 മൈൽ മാത്രം സഞ്ചരിച്ചുകൊണ്ട് ഈ ഗലീല നാടുകളിലൂടെ നടന്നപ്പോൾ അവൻ്റെ കയ്യിലെ അധികാരം എന്തെന്ന്, അവൻ ആരാണ് എന്ന് അന്നത്തെ യഹൂദന്മാർക്കും ശാസ്ത്രിമാർക്കും മനസ്സിലായില്ല. എന്തിന് ശിഷ്യന്മാർക്ക് പോലും പലപ്പോഴും മനസ്സിലായില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ, അവിടെ ഒരു കഴുതയുണ്ട്, അതിന് കഴുതക്കുട്ടിയുണ്ട്, അതിൻ്റെ അഴിച്ചു കൊണ്ടുവരുവീൻ. അഴിക്കുക, ബന്ധനം അഴിക്കുക. അതാണ് ഓശാനയുടെ സന്ദേശമെന്ന് പറയുന്നത്. അഴിച്ചു മാറ്റുക. നോമ്പിൻ്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അഴിച്ചു മാറ്റുകയാണ്. ഒത്തിരി ഞായറാഴ്ച പച്ചവെള്ളം വീഞ്ഞാകുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഓരോരോ ഞായറാഴ്ചകൾ നാം ചിന്തിച്ചല്ലോ, നമുക്കറിയാമല്ലോ. ഗർഭോ ഞായറാഴ്ച, ചറിയോ ഞായറാഴ്ച തളർവാദ രോഗി സൗഖ്യം പ്രാപിക്കുന്നു. ക്നാനായത്തോ ഞായറാഴ്ച ആ മകളിൽ നിന്ന് ഭൂതത്തിന് ഉപദ്രവം മാറുന്നു. പിപ്തോ ഞായറാഴ്ച കൂനിയായ സ്ത്രീയുടെ ബന്ധനം മാറുന്നു. സമയോ ഞായറാഴ്ച ഈ കണ്ണുകുരുടൻ യേശുവിനെ സ്നേഹം കണ്ടിട്ടില്ല, പക്ഷേ അവൻ്റെ കണ്ണിന് കാഴ്ച കിട്ടുന്നു. ഓശാന ഞായറാഴ്ചയാകുമ്പോഴേക്കും എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞ് സ്തുതിയുടെ ആരവാരത്തിലേക്ക് തൻ്റെ പ്രിയപ്പെട്ട മക്കളെ മടക്കി വരുത്തുവാൻ ജീവനുള്ളതയും ഇറങ്ങി വരുന്നു എന്ന് അന്ന് അവർക്ക് മനസ്സിലായില്ല. എന്നാൽ അവർ കണ്ണാലെ കണ്ടു. പ്രിയപ്പെട്ടവരെ, ഈ കണ്ട കാലം അത്രയും അനേകം ഓശാന ഞായറാഴ്ചകളിൽ കുരുത്തോല പിടിച്ചുകൊണ്ട് ഇതാ നിങ്ങൾ ദൈവാലയത്തിൽ പോയി അനേകം വചന ശുശ്രൂഷകൾ കേട്ടു, പക്ഷേ സാക്ഷാലുള്ള ബന്ധനമഴിഞ്ഞ സ്വാതന്ത്ര്യം നിങ്ങൾ അനുഭവിച്ചുവോ? സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ആദ്യം പറഞ്ഞല്ലോ, കർത്താവ് കുതിരയുടെ പുറത്തല്ല വാഹനമേറുന്നത്. കുതിരയുടെ പുറത്ത് രാജാക്കന്മാർ വാഹനമേറും. അവർ തലയെടുപ്പോടെ ഇതാ നെഞ്ചിൽ ഈ കവചമെല്ലാം ധരിച്ചുകൊണ്ട് കയ്യിൽ വാൾ വേന്തിക്കൊണ്ട് അകമ്പടിയോടെ അവർ മുന്നോട്ട് ഓടുമ്പോൾ ഭൂമിയിലെ രാജാക്കന്മാർ, ഇത് സ്വർഗത്തിലെ രാജാതിരാജാവ്, അവന് കുതിര വേണ്ട, അവന് കഴുത മതി. പ്രിയപ്പെട്ടവരെ, ഇതാ ശബ്ദമില്ലാത്ത
ഭംഗിയില്ലാത്ത, ശരീര വടിവില്ലാത്ത, ആരും ശ്രദ്ധിക്കാത്ത ഒരു കഴുതപ്പുറത്ത് വാഹനമേറുന്നവൻ ഇപ്പോൾ നമ്മുടെ അരികിലുണ്ട്. കർത്താവേ, നിങ്ങൾ പറയും എനിക്ക് നിറമില്ല, എനിക്ക് ആരോഗ്യമില്ല, എനിക്ക് പ്രസംഗിക്കാൻ പ്രാവീണ്യമില്ല, ഞാൻ വീൽ ചെയറിലാണ്, ഞാൻ രോഗക്കിടക്കയിലാണ്. അല്ലല്ല മകളെ, പ്രിയപ്പെട്ട മകളെ, നീ ഇതൊന്നും പറയേണ്ട. നീ ഏതവസ്ഥയിലാണെങ്കിലും നിന്റെ മേൽ വാഹനമേറാൻ ക്രിസ്തുവിന് മനസ്സാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അവൻ കഴുതപ്പുറത്ത് കയറി ദേശത്തിലേക്ക് കടന്നപ്പോൾ നഗരം ഇളകി മറിഞ്ഞു. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, യെരൂശലേം നഗരം ഇളകി മറിയുകയാണ്. ഒരു മനുഷ്യനിൽ ക്രിസ്തു വാഹനമേറിയാൽ നഗരങ്ങൾ ഇളകി മറിയും. നിങ്ങൾക്കറിയാമല്ലോ, പഴയ നിയമകാലത്ത് നവോമി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ ക്ഷാമം വന്നപ്പോൾ മിസ്രയീമിലേക്ക് ഇറങ്ങിപ്പോയി ആഹാരത്തിന് വേണ്ടി. പിന്നെ പുറകോട്ട് നോക്കിയാൽ എല്ലാം മുഴുവൻ വീഴ്ച. ഒരു കോണിപ്പടിയുടെ മുകളിൽ നിന്ന് ഒരാൾ താഴേക്ക് വീഴുന്നത് പോലെ വീഴ്ചയായിരുന്നു നവോമിക്ക് പറ്റിയത്. എന്നാൽ നാം വായിക്കുന്നുണ്ട്, ഉരുവത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 19-ാം വാക്യം വായിക്കുമ്പോൾ, അങ്ങനെ അവർ രണ്ടുപേരും ബേത്ലഹേം വരെ നടന്നു. അവർ ബേത്ലഹേമിലെത്തിയപ്പോൾ പട്ടണം മുഴുവനും അവരുടെ നിമിത്തം ഇളകി മറിഞ്ഞു. എന്താണ്? അങ്ങ് മിസ്രയീമിൽ നിരാശയോടെ 3 മരണം കണ്ടതായ നവോമിയുടെ കിടക്കുമ്പോൾ നിത്യനായ ദൈവം അവിടെ നവോമിയെ സന്ദർശിച്ചു, നവോമിയെ മടക്കി വരുത്തി. നവോമി ബേത്ലഹേമിൽ കാലുകുത്തിയപ്പോൾ നഗരം മുഴുവൻ ഇളകി മറിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾ നിമിത്തം ദേശം ഇളകി മറിയാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ദേശങ്ങൾ ഇളകി മറിയും. ദൈവത്തിന് സ്തോത്രം. ചാൾസ് ഫിന്നി ഉണർവോടെ നിന്നപ്പോൾ ആ ഉണർവിനെ തടയാൻ പലരും നോക്കി, തടയാൻ സാധിക്കില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം നിന്ദിതരാണ്, ആക്ഷേപങ്ങൾ ഏറ്റവരാണ്, നമ്മെ ഏറ്റവും മോശമായി മുദ്ര കുത്തിയവരാണ്. പക്ഷേ ഒരു കാര്യം നമുക്കുറയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിസ്സാരരായി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, സാക്ഷ്യം പറയുമ്പോൾ, വചനം പറയുമ്പോൾ, പരിശുദ്ധാത്മാവ് തീയായി ജനത്തിൻ്റെ മധ്യത്തിലേക്ക് അടിയങ്ങളുടെ ഒന്നുമില്ലായ്മയിൽ നിന്ന് പകർന്ന്, കർത്താവേ, ആ ഉണർവിനെ തടയുവാൻ ഈ ഭൂമിയിലെ ഒന്നിനും, ഒരു മനുഷ്യനും, ഒരു ആക്ഷേപങ്ങൾക്കും കഴിയില്ല. ഇതിനെയെല്ലാം കത്തിച്ച് കളയുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ശക്തി നൂറ്റാണ്ടുകളിൽ മാർട്ടിൻ ലൂതറിലൂടെ, ജോൺ കാൽവിനിലൂടെ, ജോൺ ഹസ്സിലൂടെ, ചാൾസ് ഫിന്നിയിലൂടെ, ജോൺ വെസ്ലിയിലൂടെ, മാർട്ടിൻ ലൂതറിലൂടെ എല്ലാം കത്തി പടർന്നു. എങ്കിൽ യേശുവേ, ഞങ്ങളൊരു സെന്റ് പോൾ അല്ല, ഞങ്ങളൊരു സാധു സുന്ദർ സിംഗ് അല്ല, ഞങ്ങൾ വലിയ സുവിശേഷകരല്ല, ഞങ്ങൾക്ക് അഡ്രസ് ഇല്ല. എന്നാൽ നിസ്സാര പൊട്ടക്കഴുതയ്ക്ക് അഡ്രസ്സ് കൊടുത്തത് യേശു ക്രിസ്തുവിൻ്റെ നാമമാണെങ്കിൽ, അതേ യേശു ഇപ്പോൾ എൻ്റെ മേലേക്ക് വാഹനമേറണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, ഞാൻ പ്രാർത്ഥിച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ദേശങ്ങൾ ഇളകും, നഗരങ്ങൾ ഇളകി മറിയും, നിങ്ങൾ താമസിക്കുന്ന വീട് ഇളകി മറിയും, നിങ്ങൾ കടന്നിരുന്ന ബന്ധു വീടുകൾ ഇളകി മറിയും. പരിശുദ്ധാത്മാവിനെ തീ കത്തും. അവിടെ എവിടെയായി വീണ് കിടക്കുന്ന, പാപത്തിൽ കിടക്കുന്ന, സമാധാനമില്ല കിടക്കുന്ന അനേകർ എഴുന്നേറ്റ് കർത്താവിനെ അറിയാൻ ഇടയാകും. അത് കണ്ട് നമുക്ക് മാറി നിന്ന് പറയാം, തല താഴ്ത്തി നിന്ന് പറയാം, എൻ്റെ യേശുവേ നിനക്ക് സ്തുതി, ഹോസന്ന എൻ്റെ കർത്താവേ, നീ വീര്യം പ്രവർത്തിക്കുന്നു, നീ എല്ലാം ചെയ്യുന്നു, എല്ലാം നിന്റെ ദാനം. എൻ്റെ യേശുവേ, ഇതെല്ലാം കണ്ട് നിങ്ങൾ നിന്നെ സ്തുതിക്കട്ടെ. മതി പ്രിയപ്പെട്ടവരെ. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ മഹത്വപ്പെടട്ടെ. കഴുതി അഴിക്കുമ്പോൾ പലരും വന്ന് ചോദിക്കും, എന്തിനാ കഴുതി അഴിക്കുന്നത്? നിങ്ങൾക്ക് അധികാരമുണ്ടോ? ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. ഇത് കഴുത്തൊടിച്ച് കൊല്ലാൻ മാറ്റിയിട്ടിരുന്നല്ലേ? ആ കഴുത ഇതെല്ലാം കേൾക്കുന്നുണ്ട്. എന്നെ കൊണ്ട് ഇനി ആവശ്യമുണ്ടെന്നോ, എനിക്കിനിയും ജീവിതമുണ്ടെന്നോ, എൻ്റെ ഭാവി തീരുകയല്ല എന്നോ? പണ്ട് പ്രവാചകനായിരുന്ന യോന മത്സ്യത്തിനുള്ളിൽ കിടക്കുമ്പോൾ യോന വിചാരിച്ചു, എല്ലാം തീർന്നു, എനിക്ക് കിട്ടിയ ദൈവസ്നേഹം, ദൈവത്തിൻ്റെ വചനം, എൻ്റെ ശുശ്രൂഷ എല്ലാം തീർന്നു എന്ന്. എന്നാൽ 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ യഹോവയുടെ അരുളപ്പാട് പിന്നെയും യോനാക്കുണ്ടായത് എന്തെന്നാൽ, പിന്നെയും, സ്തോത്രം, ഏലിയാവ് ചൂരച്ചെടിയുടെ ചുവട്ടിൽ മരിക്കാൻ കിടക്കുകയായിരുന്നു. മോനെ, നീ മരിക്കാനൊന്നും പോവുകയല്ല, നിന്റെ ശുശ്രൂഷ തീരുകയുമല്ല, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ, നിന്നെ കൊണ്ട് കർത്താവിന് ഇനി ആവശ്യമുണ്ട്. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തുവിൻ്റെ മഹാസ്നേഹത്തെ നാം എങ്ങനെ വർണ്ണിക്കും? പാപത്തിൽ വീണ്ടും പാപത്തിൽ അടിമപ്പെട്ട്
പലരും പറയുന്ന പോലെ കൊറോണ കാലത്ത് ഒരിക്കലും ഉപേക്ഷിച്ചതായ ഛർദിയിലേക്ക് തിരികെ പോയി. സിനിമയും സീരിയലും എല്ലാം കണ്ട് വീണ്ടും വീണ്ടും എല്ലാം നശിപ്പിച്ചിട്ടും വീണ്ടും കൃപ മടക്കി തന്ന ജീവൻ്റെ ദൈവം. ഇത് കൃപയുടെ കാലമാണ്. ഈ ദിവസം മനോഹര ദിവസമാണ്. ഇത് കർത്താവ് തന്നിരിക്കുന്ന ദിവസമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, തലകൾ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. യേശുവേ, അന്ന് ഓശാന ഞായറാഴ്ച കെട്ടപ്പെട്ടിരുന്നതായ കഴുതക്കുട്ടിയെ അഴിച്ചു കൊണ്ടുവരുവാൻ നീ നിന്റെ ശിഷ്യന്മാരെ അയച്ചതുപോലെ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ അരികിൽ വന്ന് നിൽക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, എൻ്റെ കഴുത്തിലെ, എൻ്റെ കണ്ണിലെ, എൻ്റെ കാതിലെ, എൻ്റെ നാവിലെ, എൻ്റെ വികാരത്തിലെ, എൻ്റെ ചിന്തയിലെ, എൻ്റെ സ്വപ്നമണ്ഡലത്തിലെ, എൻ്റെ പെരുമാറ്റത്തിലെ, എൻ്റെ വാഹനം ഓടിക്കുന്നതിലെ, യേശുവേ, നല്ല ഭർത്താവല്ലാത്തതിൻ്റെ, നല്ല ഭാര്യയല്ലാത്തതിൻ്റെ, നല്ല അപ്പനല്ല, നല്ല അമ്മയല്ല, നല്ല യജമാനല്ല, നല്ല ജോലിക്കാരനല്ല, ഞാൻ നല്ലതല്ല യേശുവേ, മുഴുവൻ ചീത്തയാണ്. ഈ ചീത്തയായ എൻ്റെ ബന്ധനം അഴിക്കാൻ ഇതാ തീ വന്ന്, പരിശുദ്ധാത്മാവിൻ്റെ തീ വന്ന് ഇപ്പോൾ തൊടുകയാണ്. എൻ്റെ ബന്ധനം അഴിയുകയാണെന്ന് ആരെല്ലാം അറിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ചുമൽ ചായച്ചു കൊടുക്കൂ യേശുവേ. ഇന്നു മുതൽ നിന്റെ വക യേശുവിതാ വാഹനമേറാൻ ചുമൽ ചായച്ചു കൊടുക്കൂ. യേശുവിനെ ചുമന്നുകൊണ്ട് നടക്കാം, ചുറ്റും കേൾക്കാം സ്തുതിയുടെ ആരവാരം. സ്നേഹം നിറഞ്ഞ ദൈവമേ, കരുണയുള്ള കർത്താവേ, നല്ല ദിവസത്തിനായി സ്തോത്രം. എൻ്റെ ദൈവമേ, അനേകായിരങ്ങൾക്ക് ഇതെല്ലാം ചരിത്ര സംഭവങ്ങളായിരിക്കുമ്പോൾ വിശ്വാസികൾക്ക്, ലോകമെമ്പാടുമുള്ള ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വിശ്വാസികൾക്ക്, നിസ്സാരരായ അടിയങ്ങൾക്ക് ഇതൊരു യാഥാർത്ഥ്യമാകിയാൽ സ്തോത്രം. അവിടുന്ന് ഒരു യാഥാർത്ഥ്യമാകിയാൽ സ്തോത്രം. ഞങ്ങളെ കൊച്ചു കൂട്ടായ്മ അനുഗ്രഹിക്കണമേ. എല്ലാ മഹത്വം മാത്രം എടുക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.